62,000 സെക്കൻഡ് ഓണർഷിപ്പ്, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? എന്തെങ്കിലും ക്ലെയിം കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നീറ്റ് ആയിട്ടുള്ള വണ്ടി, നല്ല നല്ല നീറ്റ് ആയിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. കമ്പാരിറ്റീവ്ലി 315 അപേക്ഷിച്ച് കുറച്ചുകൂടി മൈലേജിൽ ചെറിയ മാറ്റം ഉണ്ടാവും. 40,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാസ്റ്റോറിൽ വെച്ചിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം 2 ദിവസമല്ലേ നമ്മൾ ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ കാസ്റ്റോറിൽ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. അതിനു മുന്നേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ വരാൻ പോവാണ്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇരിങ്ങാടൻപള്ളിയാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രീമിയം സെഗ്മെന്റ് കാറുകളാണ് ഇവിടെ കൂടുതലും ഡീൽ ചെയ്യാറില്ല. എല്ലാ സെഗ്മെന്റും ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രീമിയം കൂടുതൽ ഇതിൽ തന്നെ നമ്മൾ താറും ഇഗ്നിസ് അതുപോലത്തെ ചെറിയ വണ്ടികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പുതുവർഷം വരാൻ പോവാണ്. അപ്പോൾ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഈ സെഗ്മെന്റും എല്ലാ സെഗ്മെന്റും. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു വിലപ്പാകത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ഓഫേഴ്സ് എന്ന കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടോ? ക്രിസ്മസ് ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ വില കുറച്ച് കൊടുക്കാം. മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രൈസിംഗിൽ ചെയ്തു കൊടുക്കാം. ഓക്കെ, വണ്ടികളുടെ ക്വാളിറ്റി നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് കാണിച്ചാണ്. ഒരുപാട് സെയിലും ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് കൂടുതൽ എടുത്തതല്ലേ? എന്നിട്ട് ഓക്കെ, അപ്പോൾ എന്തായാലും ക്വാളിറ്റി അവർ എൻഷുർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ് നമ്മൾ കൂടുതലും നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കാറ്. ഓക്കെ, മാക്സിമം കിലോമീറ്ററിലാണെങ്കിലും വണ്ടിയുടെ ജെന്യൂൻ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമ്മളെ ഫാമിലി ഏകദേശം 6 ലക്ഷത്തിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ അതിന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ തന്നെ കാർ സ്റ്റോറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. വീഡിയോയിലോട്ട് പോകാം. തീർച്ചയായും. ഓക്കെ, ആദ്യ വാഹനം ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു കളറിൽ തന്നെ അങ്ങ് തുടങ്ങാൻ. റെഡ് ആൻഡ് വൈറ്റ് ആണ്, ഡ്യുവൽ ടോൺ. ക്രിസ്മസിന്റെ അതേ കളറിലുള്ള, ക്രിസ്മസ് പപ്പയുടെ അതേ കളറിലുള്ള ഒരു മിനി കൂപ്പറാണ്. മിനി കൂപ്പർ ഡി അല്ലേ? അതെ. എങ്ങനെ കാര്യങ്ങൾ? ഇത് കൂപ്പർ JCW ഡീസലാണ്. ഓക്കെ, ഡീസലാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. 2017 മോഡൽ. 2017 ഒറിജിനൽ കേരള 2017 ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം നിലവിൽ വരുന്നത്. 56,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. ഓക്കെ, 56,000 നമ്മുടെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി, അങ്ങനെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇപ്പോൾ ലാസ്റ്റ് എത്രയുള്ള കഴിഞ്ഞതെന്നറിയോ സർവീസ്? 50 ചെയ്തിട്ടുണ്ട്. 50 അല്ലേ? ഓക്കെ, 15,000 കിലോമീറ്റർ കൂടുമ്പോഴല്ലേ ഇതിന്? ഓക്കെ, 15,000 കൂടുമ്പോഴാണ് വരുന്നത്. അപ്പോൾ 65 അടുത്ത ചെയ്താൽ മതി. ഓക്കെ, 2017 ഡീസൽ മിനിക്ക് സാധാരണ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ എത്ര മൈലേജ് കിട്ടും? എങ്ങനെയായാലും ഒരു 18 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടും. ഡീസൽ അതന്നെ. ഡീസൽ ഓപ്ഷൻ ഒരു 18 നോർമൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 18 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മൈലേജ്. ഇത് നിങ്ങൾ നോർമൽ ഓടിക്കില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അതെ അല്ലേ? ഓക്കെ, കൺവെർട്ടബിൾ അല്ല. ഓക്കെ, 3 ഡോർ ആണ്. അതെ, 3 ഡോർ ആണ്. എത്ര കൊടുക്കാത്? 28 ആണ് നമ്മൾ ആസ്കിങ്. 28 ലക്ഷം. നെഗോസിയേഷൻ നടക്കുമല്ലോ എന്തായാലും? തീർച്ചയായിട്ടും നമുക്ക് നോക്കി. ഓക്കെ, 28 ലക്ഷം 2017 ഡീസൽ കൂപ്പർ ഡി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 50 സംതിങ് ഓടിയിട്ടുള്ളൂ. 56,000 ഓടിയിട്ടുള്ളൂ. വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ല. ഇത് സ്റ്റിക്കർ ഒന്നുമല്ല, ഒറിജിനൽ പെയിന്റ് അല്ല? ഒറിജിനൽ പെയിന്റ് ആണ്. ബോഡി കിറ്റ്സ് ഉണ്ട്. ഓക്കെ, അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ലോൺ എത്ര കിട്ടും? അവിടെ നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 25 ഒക്കെ ചാൻസ് ഉണ്ടോ? 25 ഇല്ലെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഏത് വാഹനമാണെങ്കിലും മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ലോണിൻ്റെ പ്രൊസീജിയർ രീതിയിലാണ് നമ്മൾ പൊതുവേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് ഒരു ഫണ്ട് ഒരു 80% ഒക്കെ ഒരുവിധം നമുക്ക് എല്ലാ വാഹനത്തിലും ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ IT കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ, കസ്റ്റമർ ഡിപ്പെൻഡ്, നമുക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അടുത്തത് ഒരു SUV സെഗ്മെന്റ്, അതും മെർസിഡസ് ബെൻസ് GLE 350 ആണ്. അതെ, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? GLE 350 ഫോമാറ്റിക് PY ആണ് രജിസ്ട്രേഷൻ. PY പോണ്ടിച്ചേരി ആണോ?
പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്, 01 ആണ്, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത്. 2016 മാനുഫാക്ചറിങ്, 2017 രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. 62,000 സെക്കൻഡ് ഓണർഷിപ്പ്, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? GLEയുടെ സ്റ്റാർട്ടിങ് 2016 ശേഷമാണ് GLEയിലേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാച്ചിൽ വരുന്ന 16 മോഡലും 17 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. രജിസ്ട്രേഷൻ തൊട്ടുള്ള 15 വർഷമാണ്, ബാക്കി നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും 5 വർഷത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് ആണ് ഇത്. കമ്പനി സർവീസ് ആണ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്, എല്ലാ ഹിസ്റ്ററി അവൈലബിൾ ആണ്. റീപ്ലേസ് ക്ലെയിം ഒന്നും ഇല്ലാത്ത വാഹനമാണ്. വാഹനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ കംപ്ലീറ്റ് ബോഡി ലൈനും കാര്യങ്ങളും ഇൻറ്റീരിയറും ആണെങ്കിലൊക്കെ പക്ക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്ന സമയത്ത് എന്തായാലും അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ എത്ര ഇവിടെ ചോദിക്കുന്നതിന്? 36.5 ലക്ഷം. 36,50,000 കേരള വണ്ടി തന്നെയാണ്. അങ്ങനെ ചെയ്യാറില്ല. PY സോറി, പോണ്ടിച്ചേരി. അതെ, മാറിപ്പോയതാണ്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുക്കാറുണ്ട് അല്ലേ? പോണ്ടിച്ചേരി എടുക്കാറുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ മാഹിയുള്ള ആളുകളാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാഹിയുള്ള ആളുകളാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. NOCയിലാണ് ഈ പ്രൈസ് അല്ല? NOCയിലാണ് ഈ പ്രൈസ്. അഥവാ കേരളത്തിലേക്ക് മാറുകയാണെങ്കിൽ ഏകദേശം എത്ര ടാക്സ് വരാൻ ചാൻസ് ഉണ്ട്? 3 lakh rupees ഏകദേശം നമുക്ക് പേപ്പറും കൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മാറും അല്ലേ? അതെ, 3-4 കാണ്ടി വരുമോ? അല്ല, 3 lakh മതിയാവും. 3 lakh മതിയാവും അല്ലേ? ഓക്കെ, 16 മോഡൽ 17 രജിസ്ട്രേഷൻ GLE 350. ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടി. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോണും കാര്യമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ മാഹിയുള്ള ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെയിം രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ശരി. എത്ര PV രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ വണ്ടിക്ക് ഒരു 80% ഒക്കെ കിട്ടും വണ്ടിക്ക്? കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടെങ്കിൽ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടെങ്കിൽ ചെയ്യാം. അതെ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാഹി റെസിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും. അതെ, അടുത്ത വണ്ടിയിലേക്ക്. ഇത് അടുത്ത 2 നല്ല കിടിലൻ മഹീന്ദ്ര കാറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 door ആണ് വരുന്നത്. ഇത് KL 57 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. കൊടുവള്ളി RTO. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 4 വീല് മാനുവൽ. 4 വീൽ മാനുവൽ, 2021 ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 40,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ക്ലെയിം ഒന്നും ഇല്ല. ഓക്കെ, സർവീസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഷോറൂം തന്നെ ചെയ്തിട്ടുള്ള വാഹനമാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ബോഡി ലൈൻ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ടയേഴ്സും അത്യാവശ്യം കുഴപ്പമില്ല. ഫുൾ കവറേജ് ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്, വേറെ ഒന്നും സ്റ്റോക്കാണ്. ഇന്റീരിയറിൽ നമ്മൾ ആ ഹാൻഡ് റെസ്റ്റ് മാത്രം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, അത് എത്ര കൊടുക്കാം ഇത് നമുക്ക്? 14.5 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. 4 വീൽ മാനുവൽ 2021 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം 14,50,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഒരു 13.5 എന്തായാലും ലോൺ കിട്ടൂലേ? 12 ലക്ഷം ലോൺ കിട്ടും. 12 കിട്ടും. 12 മാക്സിമം നമുക്ക് നോക്കാം. നല്ല ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ മാക്സിമം ഫണ്ടിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 door മഹീന്ദ്ര ബ്ലാക്ക് കാർ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീണ്ടും അതേ സാധനം തന്നെയാണ്. വീണ്ടും നമ്മളിലൊരു താറുണ്ട്. ഇതേ രജിസ്ട്രേഷൻ വരുന്നത് KL 52 പട്ടാമ്പി അല്ലേ? അതെ, പട്ടാമ്പി രജിസ്ട്രേഷൻ. 2021 മോഡൽ തന്നെയാണ്. 2021 മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 4 വീൽ മാനുവൽ ആണ് വാഹനം വരുന്നത്. സെയിം വണ്ടി തന്നെ, കുറച്ച് ഓട്ടവും കൂടി കിലോമീറ്റർ കുറച്ച് മാറി സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. 4 വീല് മാനുവൽ ഓപ്ഷൻ 21 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എത്ര കൊടുക്കാം? 13.5. 13.5. ആ ഒരു വ്യത്യാസം വിലയിൽ വന്നു കഴിഞ്ഞു. കിലോമീറ്ററും ഓണർഷിപ്പ് മാറ്റമുണ്ട്. സെയിം വണ്ടി തന്നെയാണ്. അതാണ് ഈ യൂസ്ഡ് കാറിന്റെ മാർക്കറ്റിന്റെ ഒരു വ്യത്യാസം. 13.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെയിം സിംഗിൾ ഓണറും കുറഞ്ഞ കിലോമീറ്ററും അപ്പുറം ഉണ്ട് വേറെ. അതെ, 14.5. ഓക്കെ, അപ്പോൾ ഇതിൽ 12 വരെയൊക്കെ കിട്ടും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ നേരത്തെ GLE 350 കണ്ടു. ഇനി അതിൻ്റെ ഒരു കുഞ്ഞൻ സെഗ്മെന്റ് ആണ്. അതെ, GLE 250 ആണ് ഈ വാഹനം. 250 എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് GLE 250 2017 മോഡൽ. കേരള വണ്ടിയാ? PY തന്നെ, സെയിം PY. PY 01 പോണ്ടിച്ചേരിക്കാരനാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത്. 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 2017 മോഡൽ, സെക്കൻഡ് ഓണർ,
72,000 കിലോമീറ്റർ ഡ്രിവൻ. ഓക്കെ, 72,000 ഓടിയ വാഹനമാണ് ഇതും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഹിക്കാർക്കോ പോണ്ടിശ്ശേരിയോ നമ്മുടെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്ലെയിം കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നീറ്റ് ആയിട്ടുള്ള വണ്ടി, നല്ല നല്ല നീറ്റ് ആയിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. കമ്പാരിറ്റീവ്ലി 350 അപേക്ഷിച്ച് കുറച്ചുകൂടി മൈലേജിൽ ചെറിയ മാറ്റം ഉണ്ടാവും. എത്ര കിട്ടും? മെയിൻ്റനൻസ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ മെയിൻ്റനൻസ് മാറ്റം ഉണ്ടാവും. കാരണം 350 വരുന്ന സമയത്ത് V6 എഞ്ചിനിലേക്ക് വരും. അതെ, ഇത് ഒരു 2500 ആ ഒരു 2 ലിറ്റർ എഞ്ചിനിലുള്ള ചെറിയൊരു മാറ്റം എന്തായാലും മെയിൻ്റനൻസിലും അതുപോലെ തന്നെ മൈലേജിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. 250 വരുന്ന സമയത്ത് നോർമൽ സസ്പെൻഷനും കാര്യങ്ങളാണ് വരുന്നത്. 350ലേക്ക് മാറുന്ന സമയത്ത് എയർ സസ്പെൻഷൻ വരും. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഷോറൂമിൽ തന്നെ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം പുതിയ വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും 250, 350 അത്യാവശ്യം പ്രൈസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് 2017 മോഡൽ 72,000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. പോണ്ടിശ്ശേരി രജിസ്ട്രേഷൻ. നമുക്കിത് എത്രയൊക്കെ ഫൈനൽ കൊടുക്കാൻ പറ്റും? ഫൈനൽ വേണ്ട, പറഞ്ഞു. നമ്മൾ 35 ലാക്കാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഷോറൂം ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ്. നമുക്ക് പ്രൈസിങ്ങിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം. ആസ്കിംഗ് പ്രൈസ് 35 ആണ്. ഓക്കെ, അന്ന് ഇത് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ? 90, ഏകദേശം 90-95 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 90-95 അതാണ് ഈ ഒരു ലക്ഷറി വണ്ടികളുടെ ഒരു ഗുണം. അത്രയും ഡിപ്രിസിയേഷൻ വരും, പെട്ടെന്ന് ഡിപ്രിസിയേഷൻ വന്നു. ഇപ്പം നമുക്കൊരു നോർമൽ ഒരു വാഹനം എടുക്കുന്ന ഒരു കോസ്റ്റിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ GLE 250 താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ലോണും കിട്ടും. എന്തായാലും ഒരു 80% ഒക്കെ എന്തായാലും ലോൺ കിട്ടും അല്ലേ? ചെയ്ത് കൊടുക്കാം മാക്സിമം. ഓക്കെ, അത് ഓഡിയുടെ ഒരു 7 സീറ്ററാണ്. ഓഡി Q7 അല്ലേ? Q7 ആണ് വാഹനം. കേരള വണ്ടിയാണ് ഇത്. കേരള വണ്ടി. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? 2016 മാനുഫാക്ചറിങ്, 2018 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇയർ ബാക്ക് വന്നിട്ടുള്ള വണ്ടിയാണ്. അതെ, 2016 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടി. 18 2033 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? അതെ അതെ. 18 മുതൽ 15 വർഷത്തേക്കാണ് പേപ്പർ നോക്കാം. അതെ, പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത്. പ്രീമിയം പ്ലസ് ടോപ്പ് അല്ലേ ഇതിൽ? ടോപ്പ് ഉണ്ട്, ഏറ്റവും ടോപ്പ് ഉണ്ട്. അതെ, 16 മോഡൽ, 18 രജിസ്ട്രേഷൻ, Q7 സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ? സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയാണ്. എത്ര ഓട്ടം? നിലവിലിപ്പം 1.25 കിലോമീറ്റർ ആയിട്ടുണ്ട്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സർവീസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, വണ്ടിയിൽ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ആയിട്ട് നിലവിൽ ഒന്നും തന്നെ വണ്ടിയിലില്ല. ഓക്കെ, അപ്പോൾ ഒരു 7 സീറ്റർ പ്രീമിയം കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ് അല്ലേ Q7 എന്ന് പറയുന്നത്? ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? 36 ലാക്കാണ് ആസ്കിങ്. നമുക്ക് പ്രൈസിങ്ങിലേക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 36 ലക്ഷത്തിന് ഒരു 7 സീറ്റർ Q7 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള വണ്ടി തന്നെയാണ്, വേറെ അതർ സ്റ്റേറ്റ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ലോണും ഒരു 30 എബവ് കിട്ടും. ലോണും കിട്ടുന്നുണ്ട് മാക്സിമം. സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്. 1.25 ഓടിയിട്ടുണ്ട്. അതിൻ്റെ മേജറും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി ക്രെറ്റയാണ് അടുത്ത വാഹനം. ഒരു വൈറ്റ് കളർ KL 70 രജിസ്ട്രേഷൻ ആണ്. ന്യൂ ഷേപ്പ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2023 മോഡലാണ്. ഓക്കെ, 2023 നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണ്. നൈറ്റ് എഡിഷൻ 2 കളറിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ, 2 കളർ ഓപ്ഷനിലാണ്. ആ ഒരു നൈറ്റ് എഡിഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ വരും ഗ്രില്ലിൽ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇന്റീരിയറിൽ സീറ്റിന്റെ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ AC വെന്റ്, ഡാഷിൻ്റെത് അതെല്ലാം ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മാറ്റം ഇതിൽ വരുന്നത്. ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്യും. ബാക്കി 6 എയർ ബാഗ്, അതുപോലെ സീറ്റ്, AC വെന്റിലേഷൻ വരുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. അതെ, പിന്നെ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. 2023 മോഡൽ. 23 വാറണ്ടി ഇപ്പോൾ 2026 വരെ അണ്ടർ വാറണ്ടിയാണ് വാഹനം വരുന്നത്. കമ്പനി വാറണ്ടി. എത്ര ഓടി ഇപ്പോൾ? 40,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു ക്രെറ്റ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? 17 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 17,50,000 രൂപയ്ക്ക് 2023 സിംഗിൾ ഓണർഷിപ്പ് ക്രെറ്റ നൈറ്റ് എഡിഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം.
അതെ. ഇത് പുതിയ ഇറങ്ങുന്നതിന് എത്ര വരുന്നുണ്ടെന്ന് അറിയാം ഏകദേശം? എനിക്ക് തോന്നുന്നു 24 എന്തോ വരുന്നുണ്ട്, പുതിയത് വരുന്നതെന്നാണ് നൈറ്റ് എഡിഷൻ അല്ലേ? എക്സാക്ട് എമൗണ്ട് അറിയില്ല, ഏകദേശം ആ ഒരു എമൗണ്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ പുതിയതെടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്നാലോചിച്ചിട്ട് വന്നു പോയിക്കോളൂ. വ്യത്യാസം അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 23 മോഡൽ ഉണ്ട്. ഓക്കെ ഓക്കെ. ലോണും കിട്ടുമല്ലോ മാക്സിമം? തീർച്ചയായിട്ടും മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു സെഡാൻ കാറ്റഗറിയാണ്. ഒരു സ്റ്റൈലിഷ് വണ്ടി C220D അല്ലേ? അതെ, C220D. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങളിത്? C220 ഡീസൽ ഓപ്ഷൻ 2019 ആണ് മോഡൽ വരുന്നത്. ഓക്കെ. പ്രോഗ്രസീവ് ആണ് വേരിയന്റ് വരുന്നത്. പ്രോഗ്രസീവ് അല്ലേ? അതെ. 19 മാനുഫാക്ചറിങ് 19 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ. PY തന്നെയാണ് ഈ വാഹനവും രജിസ്ട്രേഷൻ വരുന്നത്. അതെ, നമ്മളൊന്ന് മൂന്നാമത്തെ വാഹനമാണ് PY കാണിക്കുന്നത്. ഓക്കെ. PY രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത്. 35,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. 35,000 2019 C200 പ്രോഗ്രസീവ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓണർഷിപ്പ് എത്രയല്ല ഇപ്പോൾ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡിൽ ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫുൾ ഹിസ്റ്ററി ഇല്ല? ഹിസ്റ്ററി ഉണ്ട്. കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് 15 മൈലേജ് കിട്ടുമോ? 18 എന്തായാലും കിട്ടും. 18 ഒക്കെ കിട്ടും. ലോങ് ഡ്രൈവിൽ സിറ്റിയിൽ നമുക്ക് എന്തായാലും ഒരു 16 മൈലേജ് നമുക്ക് സിറ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും മിനിമം ഒരു 15 to 18 എന്തായാലും പ്രതീക്ഷിക്കുക അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇപ്പോൾ? 32 ലാഖാണ് നമ്മൾ ആസ്കിങ്. 32 ലക്ഷം. 32 ലക്ഷം. പോണ്ടിച്ചേരി ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 3 ലാഖ് അറൗണ്ട് നമ്മൾ കാണേണ്ടി വരും. 2019 C220D ആണ് വാഹനം. നല്ല അടിപൊളി സെഡാൻ വണ്ടി. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. ഒരു 30 ലക്ഷമൊക്കെ ലോൺ കിട്ടും. മാക്സിമം നമുക്ക് ഫണ്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഇഗ്നിസ് ആണ്, ഒരു ചെറിയ വണ്ടി അല്ലേ? അതെ അതെ. KL 52 രജിസ്ട്രേഷൻ ആണ്. അതെ, പട്ടാമ്പി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് കാര്യങ്ങൾ? 2022 മോഡലാണ്. 2022 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. സിഗ്മയാണ് വേരിയന്റ് വരുന്നത്. സിഗ്മ. ഓക്കെ. 2022 മോഡൽ. ബേസ് മോഡലാണ്, പക്ഷേ ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരൂലേ? വരുന്നുണ്ട്. കൂടാതെ ഇത് CNG കമ്പനി തന്നെ CNG അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അറൗണ്ട് 90,000 റുപ്പീസ് ഇതിന് CNGന്റെ അതിന്റെ കംപ്ലീറ്റ് കിറ്റ് ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടും. CNGയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 25 മൈലേജ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പെട്രോൾ പിന്നെ അറിയാലോ, നോർമൽ ആ ഒരു ഇതിലുള്ള മൈലേജ് തന്നെയാണ് വരുന്നത്. പെട്രോൾ 14-16 ആ റേഞ്ച് കിട്ടും. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ അതിനേക്കാൾ 10 കിലോമീറ്റർ CNGയിൽ മൈലേജ് കൂടുതലായിട്ട് രണ്ട് കൺവേർട്ട് ചെയ്ത് ഓടിക്കാനും പറ്റും നിങ്ങൾക്ക്. പറ്റും. അതെ അതെ. 2018 സിഗ്മ അല്ല? സോറി 2022 സിഗ്മ ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. 40,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. നമുക്കൊരു 5,40,000 ആണ് നമ്മൾ ആസ്കിങ് പ്രൈസ് വരുന്നത്. 5,40,000 2022 സിഗ്മ ഇഗ്നിസ്. അതും CNG കമ്പനിയിൽ നിന്ന് തന്നെ വന്ന വണ്ടിയാണ്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടി. 5,40,000 കൊണ്ടുപോകാം. ഒരു 4,45 ലക്ഷം വരെയൊക്കെ ലോണ് ചാൻസ് തീർച്ചയായിട്ടും കിട്ടും. മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു CNG വാഹനം. ആരെങ്കിലും തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. വലിയ മെയിൻ്റനൻസും എല്ലാം കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇഗ്നിസ് ആണ്, മാനുവലും ആണ്. ഓക്കെ. അപ്പോൾ ഏതായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാർ സ്റ്റോറിയിൽ ഇനിയും ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതെ, സ്റ്റോക്കുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കും. ഓക്കെ. സ്റ്റോക്കുകൾ എന്തായാലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റോക്കുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മുടെ ഫാമിലി 6 ലാഖിലേക്ക് എടുക്കുക. കൂടാതെ കാർ സ്റ്റോറിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ഷറൂബ് ബൈ. താങ്ക് യു. ബൈ.